പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ല് രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണ്. പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അറിയിക്കുന്നത്. കക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് കേട്ടത്. സഭ ഇപ്പോൾ നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതേസമയം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അമിത്ഷാ ബില്ല് അവതരിപ്പിച്ച ശേഷം പറഞ്ഞത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ ശക്തമായിട്ടുള്ള ഈ ബില്ലിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കക്ഷി നേതാക്കൾ ഉൾപ്പെടെ കെ സി വേണുഗോപാൽ, എൻ കെ പ്രേമചന്ദ്രൻ, അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കൾ പ്രതികരിച്ചത്. ഇപ്പോൾ ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണോ? എന്താണ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർത്തിയ മറ്റ് ഈ ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? മറുപടി എന്താണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ബില്ല് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ഈ പ്രതിപക്ഷ പ്രതിഷേധത്തോട് ഉള്ള മറുപടികൾ എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്? ബസന്ത, ബില്ലുകൾ അവതരിപ്പിച്ച് ഉള്ള നടപടി ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. അതേസമയം ബില്ലുകൾ ജെപിസിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷം ശക്തമായി തന്നെ ബില്ലിനെ എതിർത്തു. നിരാകരണ പ്രമേയങ്ങളാണ് എല്ലാ അംഗങ്ങളും അവതരിപ്പിച്ചത്. അസദുദ്ദീൻ ഒവൈസി, എൻ കെ പ്രേമേന്ദ്രൻ, മനീഷ് തിവാരി കെ സി വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ തന്നെ ബില്ലിനെ എതിർത്താണ് സംസാരിച്ചത്. മാത്രമല്ല, ഈ വിഷയത്തിൽ മന്ത്രി ആഭ്യന്തരമന്ത്രിക്കെതിരെ കെ സി വേണുഗോപാൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ ആരോപണം നേരിട്ട ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ തന്നെ അമിത്ഷാ മറുപടി നൽകി. ഞാൻ അത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ തന്നെ താൻ രാജിവെച്ചിരുന്നു എന്ന് അമിത്ഷാ മറുപടി നൽകി. ബില്ല് ജെപിസിയുടെ പരിഗണനയ്ക്ക് വിടുന്നത് കൊണ്ട് വിശദമായ ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സ്പീക്കറും അത്തരത്തിൽ ഒരു നിലപാടെടുത്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ബില്ല് ജെപിസിയുടെ പരിഗണനയ്ക്ക് വിടുന്നു എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. ഏതായാലും ഇതിൽ കോൺഗ്രസ് വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തതെങ്കിലും കോൺഗ്രസിന്റെ ഒരു CWC അംഗം കൂടിയായ ശശി തരൂർ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു സമീപനം നേരത്തെ സ്വീകരിച്ചിരുന്നു. അത് ഇനി വരും ദിവസങ്ങളിൽ വിവാദമാവുകയും